ദക്ഷിണ കന്നഡനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനെപ്പോഴും പറയലുണ്ട്, മഹാനാവുന്ന ഷെയ്ഖുന ശംസുലുലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കർണാടകയിൽ നിന്ന് അന്ന് നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ ഞാനും ബഹുമാനപ്പെട്ടവരോട് കൂടെ അവിടെ മുദരിസായി ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ എപ്പോഴും എന്നോട് പറയൽ, കർണാടകയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ അല്പം സ്വല്പമൊക്കെ മോശമാണെങ്കിലും അവരെ അങ്ങോട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിച്ചെടുത്തോളിന്ന്. എന്നിട്ട് അതിന് മുമ്പ് കാരണം പറയും, അവരിലൊരു നല്ലൊരു നന്മയുണ്ട്. അപ്പം എനിക്കത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പല കുട്ടികളും കർണാടകയിൽ നിന്ന് വന്ന കുട്ടികൾ അവരെ നമ്മളവിടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് സനത് വാങ്ങി പുറത്തു പോയാൽ അവർ കർണാടകയിൽ അവരെ ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലുള്ള ഒരു അവസ്ഥയല്ല അവർക്കുള്ളത്. അതിനേക്കാൾ എത്രയോ പതിമടങ്ങ് അവരെ നിയോഗിക്കപ്പെട്ടതായ മേഖലയിൽ പ്രവർത്തിക്കാനും അവരുടെ പ്രവർത്തനം വിജയിപ്പിക്കാനും ആവശ്യമാവുന്ന എല്ലാ കഴിവുകളും സംഭരിക്കപ്പെട്ടതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് ബഹുമാനപ്പെട്ടവരുടെ നാവിൽ നിന്ന് കർണാടകയിലുള്ള ആ കുട്ടികളെ സംബന്ധിച്ച് അവർ വേണ്ടതുപോലെ വളർന്നോളും, അവരാവശ്യമുള്ള നിലക്ക് അവർ ഉയരും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഗുണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പല കുട്ടികളും അവർ ഹത്തീബിൻ്റെ മേഖലയിലോ അല്ലെങ്കിൽ മറ്റ് സദാരിയത്തിൻ്റെ മേഖലയിലോ അല്ലെങ്കിൽ തലീമിൻ്റെ മറ്റേതെങ്കിലും മേഖലയിലോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തന മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവർ പഠിക്കുന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ കഴിവിനേക്കാൾ വലിയ കഴിവുകളാണ് അവരിലൊക്കെ കാണപ്പെടുന്നത്. അപ്പം ബഹുമാനപ്പെട്ടവർ എന്നും വളരെയധികം സ്നേഹിച്ച ഒരു പ്രദേശമാണ് കർണാടക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഉഹദ് പർവ്വതത്തിനെ കണ്ടപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഉഹദ് പർവ്വതത്തിനെ കാണുമ്പോൾ പറയാം, ആദാ ജബൽ യുഹിബ്ബുന, ഇത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പർവ്വതമാണ്. ഓൻ യുഹിബ്ബുഹു, നമ്മളതിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം എന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇങ്ങോട്ട് സ്നേഹിക്കുക, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ നടപ്പിലാക്കുക, അതിൻ്റെ തീരുമാനങ്ങളും അതിൻ്റെ ഉപദേശങ്ങളും ഒക്കെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. പൂർണ്ണമായിട്ടും ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ എല്ലാ സമയത്തും ഒപ്പം നിന്നവരാണ് കർണാടക. അപ്പം അവർ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും ഒന്നരായ ഷെയ്ഖുന ശംസുൽ ഉലമയോടും അതിൻ്റെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരോടും സാദാത്തുക്കളോടൊക്കെ ഉള്ള ഒരളവറ്റ സ്നേഹത്തിൻ്റെ നിന്ന് ഉയർന്നു വന്ന അവർക്കുള്ള ഒരു ആവേശമാണിത് എന്നുള്ള കാര്യത്തിൽ ആവശ്യം. അതുകൊണ്ട് ഇവിടെ മഹാന്മാരാവുന്ന സാദാത്തുക്കളും പണ്ഡിതന്മാരൊക്കെ നിങ്ങളോട് ഉപദേശിച്ചതുപോലെ, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ പൂർണ്ണമായും അടിയുറച്ച് നിന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ പോഷക സംഘടനകളെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും വളർത്താനും അതിനു വേണ്ട എല്ലാ നിലക്കുള്ള സേവനങ്ങൾ ചെയ്യാൻ നമ്മളൊക്കെ സന്നദ്ധരാവണം. അതോടൊപ്പം നിങ്ങളുടെയൊക്കെ നാടിൻ്റെ അടുത്ത പ്രദേശത്താണ് അതിൻ്റെ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിന് പൂർണ്ണമായ നിലക്കുള്ള കർണാടകക്കാരാവുന്ന ആളുകളുടെ സഹകരണം കൂടി ആവശ്യമാണ്. അപ്പം അതൊക്കെ ആ ഒരു ബോധം
നിങ്ങൾ കർണാടകക്കാരൊക്കെ മനസ്സിലുണ്ടാകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ, അതിൻ്റെ തീരുമാനങ്ങളും അതിൻ്റെ ഉപദേശങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെടാനുള്ള ഒരു പത്രം കൂടിയാണ് സുപ്രഭാതം. ഒരു പത്രം എന്നുള്ള നിലക്ക് അതെനിക്ക് ഒരുപാട് പരിധികൾ അങ്ങനെയാണ്. ഇപ്പോൾ സുപ്രഭാതവും ഷാഫും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. സുപ്രഭാതം എന്നുള്ളത് ഒരു പത്രമാണ്. ആ പത്രത്തിൻ്റെ നിലനിൽപ്പിനിക്ക് ആവശ്യമാവുന്ന ചില പ്രത്യേക പോളിസികളൊക്കെ ഉണ്ടാവും. അതോടുകൂടി സുപ്രഭാതം എന്നുള്ളത് ഒരു പക്ഷത്തിലുള്ള ഒരു പത്രമല്ല, ഒരു സത്യസന്ധമായ നിലക്ക് വാർത്തകൾ നിഷ്പക്ഷമായി പ്രസിദ്ധീകരിക്കും. അതാണുള്ള ഒരു പത്രധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. അതോടുകൂടി സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ വാർത്തകൾക്ക്, അതിൻ്റെ സംഘടനയുടെ വാർത്തകൾക്ക് എനിക്കൊരു പ്രത്യേകത നൽകുകയും ചെയ്യും, നൽകണമല്ലോ. അതോടുകൂടി മറ്റ് നമ്മുടെ രാഷ്ട്രീയമാവുന്ന രാജ്യത്തിൻ്റെ ആ നിലപാടുകളൊക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ സത്യസന്ധമായി കൊണ്ടിട്ട് രേഖപ്പെടുത്തപ്പെടുകയും വിഷയങ്ങളൊക്കെ നിഷ്പക്ഷമായി പഠിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പത്രമാണ് സുപ്രഭാതം. അതാണ് അതിൻ്റെ ഈ കുറഞ്ഞ കാലം കൊണ്ട് അത് വളരാനുള്ള കാലം. അപ്പം അതിൻ്റെ വളർച്ചയിൽ നമ്മളൊക്കെ സന്തോഷരാണ്, എല്ലാവരും സന്തോഷമാണ്. അപ്പം അതിൻ്റെ വളർച്ചയാണ്. കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് ഒരുപാട് എഡിഷനുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇവിടെ UAE-യിലും അതിൻ്റെ എഡിഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കർണാടകയിലും അതിൻ്റെ ലേണിംഗ് ഇപ്പോൾ അങ്ങനെ എല്ലാ ലേണിംഗാണ്. ഞാൻ മിഞ്ഞാന്ന് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ കേട്ടത് ഡി ഗേറ്റ് എന്നാണ്. എനിക്ക് ഡി ഗേറ്റ് അതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇംഗ്ലീഷൊന്നും അറിയില്ല, എന്നാലും ഇതൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പം എൻ്റെ അടുത്തുള്ള ഒരുത്തരുണ്ട്, ഓനും ചോദിച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഡി ഗേറ്റ് എന്ന് ഞങ്ങൾക്കൊക്കെ കേൾക്കുന്നത്. അപ്പം അയാൾ ചോദിച്ചത് ഈ ഗേറ്റ് കൂടിയാണ് കടന്നു വന്നത്. അപ്പം പിന്നെയാണ് അയാൾ ഈന്ന് പിന്നെ വ്യക്തമായി പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഒക്കെ ഇപ്പം ഈമക്ക് പോയി. പത്രമാണെങ്കിലും ഗേറ്റാണെങ്കിലും ഒക്കെ ഈമലാണ്. അപ്പം അത് സൗകര്യം അനുസരിച്ച് അങ്ങനെയുള്ള ലോകത്തിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പത്രമാണെങ്കിലും നമ്മുടെ ദീൻ്റെ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആ നിലക്ക് സുപ്രഭാതത്തിൻ്റെ ലേണിംഗ് അത് കർണാടകയിൽ അതിൻ്റെ തുടക്കത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണെന്ന് ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത്. കർണാടകക്കാരായ ആളുകളൊക്കെ വളരെ നല്ല നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ഇതുവരെ പ്രവർത്തിച്ചതുപോലെ ഇനിയും നിങ്ങൾ പ്രവർത്തിക്കണം. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എല്ലാ നിലക്കുള്ള ശക്തി പകരാൻ വേണ്ടി നിങ്ങളൊക്കെ എപ്പോഴും തയ്യാറായി കൊണ്ടിരിക്കണം. നമ്മളെ 100-ാം വാർഷികം അതൊരു ചരിത്ര സംഭവമാക്കണം. ആ നിലക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് ഈ മഹത്താവുന്നതായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.